ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ 2 എപ്പിസോഡും ഇതിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും അതെല്ലാം തുടർന്നായിട്ട് കാണണമെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അല്ലേ. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ഓടി ദേവേൻ്റെ അടുത്തേക്ക് വരികയാണ്. ദേവ, നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്താമ്മേ, എന്താ കാര്യം? അതെ, അമ്പലത്തിൽ വെച്ച് നയനമോളൊന്ന് തലചുറ്റി വീണു, ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറയണം. അയ്യോ, എന്നിട്ട് മോൾക്ക് എന്ത് സംഭവിച്ചു? വാ, നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം. അവിടെ അച്ഛൻ മോളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. അവരിങ്ങനെ വെപ്രാളത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഓടി നേരെ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഈ സമയം തന്നെ ഡോക്ടർമാർ നയനയെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ അവിടെ എണീറ്റ് നമ്മുടെ നയനയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് മുത്തശ്ശൻ അവിടെ നോക്കി നിൽക്കുന്നത്. അപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ്, അയ്യോ മോളെ എന്ത് പറ്റി? മോൾ എന്തിനാ ഒറ്റക്ക് ഹോസ്പിറ്റലിൽ പോയത്? ഡോക്ടർ എങ്ങനെയുണ്ട് എന്ന് വെപ്രാളത്തോടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പേടിക്കണ്ടെന്നേ, അത് BP കുറച്ച് ലോ ആയതാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഭക്ഷണക്കാര്യത്തിൽ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ നിൽക്കരുത്. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. പേരക്കയും ആപ്പിളും ഒക്കെ നന്നായിട്ട് കഴിക്കണം. അല്ലെങ്കിൽ നയന ഇതേപോലുള്ളൊരു അവസ്ഥകൾ ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി വീണ്ടും ചോദിക്കുകയാണ്, ഡോക്ടറെ കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കേ ഇല്ല, കുഞ്ഞിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ BP കുറച്ച് ലോ ആയതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് വീഴാനുള്ള കാരണം. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ആ കുഴപ്പമൊന്നുമില്ല, ഞാൻ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ കുറേ ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവയാനി പറയണ, എന്നാലും നിനക്ക് വേറെ ആരെങ്കിലും വിളിച്ചുവിടായിരുന്നോ? നീ എന്തിനാ ഒറ്റക്ക് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിൽ, ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചല്ലോ, പിന്നെന്താ കുഴപ്പം? ഞാനുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ, മുത്തശ്ശനില്ലായിരുന്നെങ്കിലും വേറെ ആരെങ്കിലും എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളുടെ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ നമ്മുടെ നയനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനെ പിന്നെ അവിടെ പിടിച്ച് നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. മുത്തശ്ശൻ പറയുകയാണ്, നിങ്ങളേതായാലും വന്നല്ലോ, ബന്ധുക്കാരൊക്കെ വന്നല്ലോ, ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോയിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ നമ്മുടെ നയന പറയാണ്, എന്നാലും ഞാനൊരു അവസ്ഥയെ കിടന്നിട്ട് പോലും മുത്തശ്ശന് ഒരു അലിവുമില്ലല്ലോ മുത്തശ്ശി മനസ്സ് മാറുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. മുത്തശ്ശന് ഇപ്പോഴും ദേഷ്യമാണ് എന്നോട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ അങ്ങനെ പറയരുത്, കാരണം ആ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ മോളെ നീ വീണപ്പോൾ തന്നെ മുത്തശ്ശൻ നിന്നെ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. മുത്തശ്ശൻ്റെ സ്ഥാനത്ത് വേറെ എല്ലായിരുന്നെങ്കിലോ കുറച്ച് നേരം നിന്നെ അവിടെ കിടക്കനെ അനുവദിക്കുള്ളൂ, അല്ലാതെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുമോ? അങ്ങനെയൊന്നും ശ്രമിക്കില്ല. മുത്തശ്ശനായത് കൊണ്ടാണ് കറക്റ്റ് സമയത്ത് നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേവയാനിയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നീ ഒറ്റക്ക് പോകണ്ടായിരുന്നു മോളെ. അവൻ എവിടെ പോയി കിടക്കാണ്? അവന് നിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള സമയമില്ലേ? ആദർശ് എന്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഈ ഓടി ഓടി നടക്കുന്നത്? നിന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി ബിസിനസ്സിൻ്റെ നന്നാക്കാനുള്ള ശ്രമങ്ങളല്ല, അല്ലാതെ വേറെന്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശേട്ടനെ കുറ്റപ്പെടുത്തണ്ട അമ്മേ. ആദർശേട്ടൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാനല്ലേ ആരോടും പറയാതെ അമ്പലത്തിലേക്ക് പോയത്. എനിക്ക് ഭഗവാനെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പോയി. ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട, ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞല്ലോ, ചെറിയൊരു BP കുറവ് അത്രയല്ലേ ഉള്ളൂ, അതൊക്കെ വിട്ടേരമ്മ എന്നൊക്കെ പറഞ്ഞപ്പോഴേ മോൾക്ക് അങ്ങനെ പറയാം, എനിക്കങ്ങനെ വിട്ടു കളയാനൊന്നും പറ്റിയൊന്നുമില്ല. ഏതായാലും വാ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ ആദർശാണെങ്കിൽ ആ വീട്ടിലേക്ക് എത്തിയിരിക്കുക. അപ്പോൾ എലിസബത്താണ് വന്ന് കഥ തുറന്നത്. അയ്യോ സാറേ ഇങ്ങോട്ട് തന്നെ വന്നത് നന്നായി സാറേ, ഒരു പ്രശ്നം ഉണ്ടായി സാറേ എന്ന് പറയണം. അയ്യോ പ്രശ്നം? എന്ത് പ്രശ്നം? അതെ, നയനമോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്ന് പറയണേ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റോ? അതെന്താ അങ്ങനെ വരാനുള്ള കാരണം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് പിന്നെ അതെ, ഈ നയനമോള് ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞാന്നേ. പക്ഷെ നയനമോള് സമ്മതിച്ചില്ല. അങ്ങനെ അമ്പലത്തിലേക്ക് പോയതാ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് നയനമോൾക്കാണെങ്കിൽ ചെറിയൊരു തലകറക്കം, അവിടെ വീണു. അവിടെ അപ്പം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നും പറയണോ. അതുകൊണ്ടാണോ അമ്മ എന്നോട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ? അത് തന്നെയാണ്. അങ്ങനെ അവരിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് ഓടിച്ചില്ലിക്കുകയാണ്. നയന എന്ത് പറ്റി നയന എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി മിണ്ടിപ്പോകരുത്, നീ എവിടെയായിരുന്നടാ? മോൾക്ക് ഇങ്ങനെ ഒരു കാര്യമൊക്കെ സംഭവിച്ചു, എന്നിട്ട് ഒന്നും അറിയാത്തത് പോലെ നിൽക്കുകയാണോ? നീ എവിടെയായിരുന്നു?
നീ എന്തിനാ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്? അമ്മേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുകയല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് പോയല്ലേ മതിയാവുള്ളൂ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരാവശ്യത്തിനും പോകണ്ട, മോളുടെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കാതെ നീ ഒരാവശ്യത്തിനും പോകണ്ട. അവൻ മൂർത്തീസ് കമ്പനി ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും ആദർശേനെ വഴക്ക് പറയല്ലേ അമ്മേ, ആദർശയുടെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് പോളെ നീ മിണ്ടരുത്, നീ ആരോടും പറയാതല്ലേ പോയത്, നിനക്ക് പറയാമായിരുന്നല്ലോ. അപ്പം മുത്തശ്ശിക്ക് ഇതെല്ലാം കേട്ടിട്ട് ആകെ വെപ്രാളവും തോന്നുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, അയ്യോ അതെ ഇത്രയൊക്കെ ആയി എങ്കിൽ പിന്നെ ഞാൻ സത്യം തുറന്ന് പറഞ്ഞേക്കാം, അതായത് മോൾക്ക് മുത്തശ്ശനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം. അപ്പം മുത്തശ്ശൻ ഇന്ന് അമ്പലത്തിൽ വരുന്നുണ്ട്, മോള് പോയി കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഞാനും മോളും കൂടി പ്ലാൻ ചെയ്ത കാര്യമാണത്. അങ്ങനെയാ മോള് മുത്തശ്ശനെ കാണാനായിട്ട് അമ്പലത്തിലേക്ക് പോയത്. അങ്ങനെ മുത്തശ്ശനെ കാണുകയും ചെയ്തു. അവിടെ തലകറങ്ങി വീണപ്പോൾ ആരാ രക്ഷിച്ചെന്ന് നീ എന്താ ചോദിക്കാത്തത്? അത് മറ്റാരുമല്ല, മുത്തശ്ശൻ തന്നെയാ, നിന്റെ മുത്തശ്ശൻ തന്നെയാണ് നയന മോളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് പറയുന്നത് കേട്ട് ആദർശിന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആണോ മുത്തശ്ശി, സത്യമാണോ മുത്തശ്ശി പറയുന്നത്? മുത്തശ്ശനാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ ആരാണ്? ആ കറക്റ്റ് സമയത്ത് മുത്തശ്ശൻ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അപ്പോഴേക്കും നയനയാണെങ്കിൽ എന്നാലും മുത്തശ്ശൻ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും എന്നോടൊരു അക്ഷരം പോലും മിണ്ടിയില്ല. ഭയങ്കര ഗൗരവമായിരുന്നു, മോന്തയും പിറിപ്പിച്ചവിടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലും മുത്തശ്ശന് ഭയങ്കര ഗൗരവമായിരുന്നു. എന്നാലും ഇത്രയൊക്കെ ദേഷ്യമൊന്നും വേണ്ടായിരുന്നു. എന്നിട്ടപ്പോഴേക്കും മോളെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്നേഹം ഉണ്ടായിരിക്കുമെന്നേ, അതൊന്നും നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ആ മുത്തശ്ശി കുറേ വർഷങ്ങളായില്ലേ ആ മുത്തശ്ശിൻ്റെ ഒപ്പം ജീവിക്കുന്നു, എന്നിട്ട് മുത്തശ്ശിൻ്റെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലേ? അറിയാം, ചില കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിങ്ങളോട് ഒരു വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു തകർച്ച അത് സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലേ? ആദ്യമായിട്ടാണ് മൂർത്തീസ് കമ്പനി ഇത്രയും താഴ്ന്നൊരവസ്ഥയിലേക്ക് പോകുന്നത്. അത് ഒട്ടും മുത്തശ്ശന് താങ്ങാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെ മുത്തശ്ശൻ നിൽക്കുന്നത്. ആദർശാണെങ്കിൽ ശരിയാണ്, മുത്തശ്ശന് ആ ഒരു സങ്കടമുണ്ട്, അതെനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ദേവേനയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ ഇങ്ങനെ വലിയ കടുംപിടുത്തമൊന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി എപ്പോഴാണെങ്കിലും മൂർത്തീസ് കമ്പനി ഉയരങ്ങളിലേക്ക് വരുമല്ലോ, അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ, പിന്നെ ഇത്രയും ഗൗരവം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ അവിടെ സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യമൊന്നും പറയണ്ട, പോയി റെസ്റ്റ് എടുക്കാനായിട്ട് നോക്കുകയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ നയനയെ നേരെ വീട്ടിലേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ്. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നി. എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ദേവയാനിയും അതേപോലെ തന്നെ ബാക്കിയുള്ളവരും. അദ്ദേഹമാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് പറയാനാണ്? അങ്ങനെ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ഡോക്ടറെ കാണുകയാണ്. അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതെ, എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല, എനിക്കങ്ങനെ ദേഷ്യമായിട്ട് അഭിനയിച്ചല്ലേ മതിയാവുള്ളൂ. അങ്ങനെ വല്ല ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ മോളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുമായിരുന്നോ? എനിക്ക് മോളുടെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല ഡോക്ടറെ. ഈ കണക്കിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അതൊരു കണക്കിന് പറഞ്ഞാൽ ശരിയാണ് മൂർത്തി സാറേ. കാരണം എങ്ങനെയാണ് ദേഷ്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വെച്ചിങ്ങനെ ഇരിക്കുന്നത്? ഈ ഭയങ്കര സ്നേഹവും മനസ്സിനുള്ളിൽ കൊണ്ട് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിലേ അത് വലിയൊരു അസുഖത്തിന് ബാധിക്കും. അല്ലെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് വലിയ അസുഖമൊക്കെ ആണല്ലോ. ഇനി ഇതും കൂടി സ്വരുക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വലിയ ഡിപ്രഷനിലേക്കൊക്കെ തന്നെ പോകുക തന്നെ ചെയ്യുമെന്ന് പറയണം. ഡോക്ടർ പറഞ്ഞ സത്യം തന്നെയാണ്. എനിക്കിനി സ്നേഹം ഒന്നും ഉള്ളിലൊതുക്കി വെക്കാൻ പറ്റില്ല. എൻ്റെ കള്ളത്തരം പൊളിയുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് എത്രയും പെട്ടെന്ന് പൊളിക്കണം തന്നെ എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ കൊച്ചുമോനില്ലേ, അവൻ നേർവഴിക്കാകാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നത് ഡോക്ടറെ എന്നൊക്കെ മുത്തശ്ശൻ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അപ്പോൾ അനിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു, എന്തൊക്കെയോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം മാഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു. ആ സമയത്ത് അവന്തിക വന്നിട്ട് ഈ നമ്മുടെ അനിയെ കെട്ടി അങ്ങോട്ട് പിടിക്കണം പുറകുവശത്ത് കൂടി വന്നിട്ട്. എന്താണ് ഈ കാണിക്കുന്നത്? പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ അഭി. അപ്പം അഭി ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് ഇങ്ങനെ കാണുകയാണ്. നീ എന്തീ കാണിച്ചത്, വിട അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്തിക്കിടെ കൈ അങ്ങോട്ട് വിടുകയാണ്. വിടുപ്പിച്ചിട്ട് നീ എന്താ അവന്തിക്ക് ഈ കാണിക്കുന്നത്? അതിനെന്താ അനിയേട്ടൻ എന്താ ഈ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? അനിയേട്ട് സ്വസ്ഥതയല്ലെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്.
അനിയേട്ടന് ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോടും കൂടി ഷെയർ ചെയ്യാൻ പാടില്ലേ? അനിയേട്ടൻ എന്താ പ്രശ്നം? ഞാൻ ബിസിനസ്സിൻ്റെ കാര്യമൊന്നുമല്ല ആലോചിച്ചത്, ഞാൻ വേറെ ചില കാര്യങ്ങൾ ആലോചിച്ചത് എന്ന് പറയുമ്പോൾ അത് വേറൊന്നും ആയിരിക്കില്ല. ഡിവോഴ്സിനെ കുറിച്ചാണോ ആലോചിച്ചത്? അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ്? അതെ, അത് തന്നെയാണ് ആലോചിച്ചത്. അതിനെന്താ അനിയേട്ടാ, കോടതിയിൽ ഈ പ്രാവശ്യം പോകുമ്പോൾ ഉറപ്പായിട്ടും അനിയേട്ടന് ഡിവോഴ്സ് കിട്ടുമെന്നേ. എന്നാൽ മാത്രമല്ലേ അനിയേട്ടൻ സ്വതന്ത്രനാവുള്ളൂ. അപ്പതേ ഇത് വരികയാണ്, അഭി വരിക. അപ്പം അഭി വന്നിട്ട് ചോദിക്കണം, എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് എന്താന്ന്? അത് വേറൊന്നുമല്ല അഭിയേട്ടാ, ഞങ്ങൾ അനാമികയുടെ കാര്യത്തെക്കുറിച്ച് പറയുമായിരുന്നു. അനാമികയും അനിയേട്ടനുമായിട്ടുള്ള ഡിവോഴ്സ്, ആ കാര്യത്തെക്കുറിച്ച് പറയുമായിരുന്നു. ചോദിച്ചപ്പോഴേക്കും, എടാ അനി, നിനക്ക് ഡിവോഴ്സ് കിട്ടണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി, അവർക്കുള്ള ജീവിക്കാനുള്ള പൈസ കൊടുക്കുക, എന്നാൽ മാത്രമേ ഡിവോഴ്സ് കിട്ടുള്ളൂ. ഈ പ്രാവശ്യം കോടതിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സിന് ഒരാൾ തയ്യാറായില്ലെങ്കിൽ ആ ഡിവോഴ്സ് ഇങ്ങനെ നീണ്ടു പോകും. കോടതി അവർക്ക് ടൈം കൊടുക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നീ കുറച്ച് പൈസ കൊടുക്ക്, എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. ഇത് കിട്ടുന്നപ്പോഴേക്കും പൈസ കൊടുത്തിട്ട് എനിക്കിപ്പോൾ ഡിവോഴ്സ് വേണ്ട. എടാ, അവളുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടണ്ടെന്നേ. ഞാൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ജീവിച്ചോളാം. ഞാൻ ഏതായാലും ഇനിയൊരു കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അഭിയാണെങ്കിൽ, പിന്നെ എടാ നീ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. നീ ഇപ്പോഴും ആ നന്ദുവിൻ്റെ പിന്നാലെയല്ലേ? ദേ അഭി, അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ. അനാവശ്യം പറയുന്നു ഞാനോ? എടാ നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്ത് കാണുന്നുണ്ടെന്ന്? അന്ന് നയനേട്ടത്തിയുടെ ആ ഒരു ഫംഗ്ഷനിലാണ് ഞാൻ നന്ദുവിനെ അവസാനമായിട്ട് കാണുന്നത്. എടാ, കള്ളം പറയുമ്പോഴും വിശ്വസിക്കുന്ന രീതിയിൽ കള്ളം പറയടാ. എടാ, നിങ്ങൾ രണ്ടുപേരും പല സ്ഥലത്തുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ അറിഞ്ഞതാണ്. അപ്പോൾ നീ എന്നെ പറ്റിക്കാനായിട്ട് നോക്കുന്നു. എടാ, എന്നെ പറ്റിക്കാനായിട്ട് നോക്കണ്ടറാ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവന്തിക ചോദിക്കണം, ആണോ അഭിയേട്ടാ, അനിയേട്ടൻ ആ നന്ദുവിനെ കാണുന്നുണ്ടോ? അതേ മോളെ, ഇവൻ ആ നന്ദുവിനെ കാണുന്നുണ്ട്. നന്ദുവിനോട് അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് മിക്കപ്പോഴും കാണാറുണ്ട്. പറഞ്ഞ് നീ അതിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ കൂടുതൽ പ്രശ്നത്തിന് വഴിയൊരുക്കരുത്. ഞാനും നന്ദുമായിട്ട് അങ്ങനെ യാതൊരു ബന്ധവുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അവന്തികയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ ഒരു ടെൻഷൻ കൂടി വരിക. അങ്ങനെ അഭിയാണെങ്കിൽ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ അവന്തിക വരികയാണ്. ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട്, എന്താ ചേട്ടാ ഇവിടെ തനിച്ചിരിക്കുന്നത്? എടി, നീ അവൻ തമ്മിൽ എന്താ ബന്ധോ? എന്ത് ബന്ധം? നീ അവനെ ട്യൂൺ ചെയ്യാൻ നോക്കുകയാണോ ആ അനിയെ? അല്ല, ഞാൻ കണ്ടായിരുന്നു. എന്ത് കണ്ടായിരുന്നു എന്ന്? ഞാൻ വന്നപ്പോഴേ നീ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന്. എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അവന്തിക സത്യം തുറന്ന് പറയുകയാണ്. ഏതായാലും നമ്മുടെ അച്ഛനെ ഇപ്പോൾ അഭിയേട്ടനും തിരിച്ചറിഞ്ഞു. അപ്പോൾ പിന്നെ ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത്. അച്ഛൻ പറഞ്ഞിട്ടോ? അച്ഛൻ പറഞ്ഞിട്ട് തന്നെ. ആ ഒരു ഒന്നിനും കൊള്ളാത്തവനെന്നൊക്കെ പെണ്ണ് കാണാൻ വന്നില്ലായിരുന്നോ? ഒരു കഴിവില്ലാത്തവൻ, നവീൻ. ആ നവീൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോഴാ അച്ഛൻ എൻ്റെ മനസ്സ് സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്, എന്തിനാണ് മോളെ പുറത്തുനിന്ന് വേറൊരു ചെറുക്കൻ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇല്ലേ, നിന്റെ മുറച്ചെറുക്കനായ അനിയെ തന്നെ നിനക്ക് കല്യാണം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ടാ അനിയേട്ടനെ വീഴ്ത്താൻ വേണ്ടി ഞാൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അങ്ങനെ അനിയെ വീഴ്ത്താൻ വേണ്ടി നിങ്ങൾ പ്രവൃത്തികൾ ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം നടക്കേണ്ടതേ ഡിവോഴ്സാണ്, ഡിവോഴ്സ്. പിന്നെ അവനെ വിശ്വസിക്കാൻ പാടില്ല. അവൻ്റെ മനസ്സിൽ മുഴുവനും ആ നന്ദുവാണ്, നന്ദുവിൽ പിടിച്ച് കയറിയിരിക്കുകയാണ് അവൻ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മന്തിക്ക് ചെറിയൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നെ എന്തായാലും ഡിവോഴ്സ് നടക്കട്ടെ. ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ ആ നന്ദുവൊക്കെ എനിക്ക് വെറും പുല്ലാണ്. അവളെയൊക്കെ തട്ടിത്തെറിപ്പിക്കാനായിട്ട് എനിക്കറിയാം എൻ്റെ ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയണം. മോളെ, നീ ആ ഒരു കാര്യം ചെയ്യ്. എങ്ങനെയെങ്കിലും അനാമികയ്ക്ക് ഡിവോഴ്സ് മേടിച്ച് കൊടുക്കണം. അവൾക്ക് എന്തെങ്കിലും കുറച്ച് പൈസയുടെയൊക്കെ ആവശ്യമുണ്ട്. പൈസ വേണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. നീ ഏതായാലും മുത്തശ്ശനോടും മുത്തശ്ശിയോടും പോയി സംസാരിക്കണം. ഞാൻ മുത്തശ്ശനോട് പോയി സംസാരിക്കണോ? അതേന്നേ, നീ തന്നെ പോയി സംസാരിക്കണം. അനിയുടെയും അനാമികയുടെയും
ഡിവോഴ്സ് നടക്കണമെന്ന് നീ പോയി പറഞ്ഞു. അയ്യോ, ഞാൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പോയി മുത്തശ്ശനോട് പറയുന്നത്? അല്ലെങ്കിൽ ഈ കാര്യം പറയാൻ പറ്റിയ സമയമാണോ? എന്നോട് ചിലപ്പോൾ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഇല്ല, നിന്നോടെ അല്പമെങ്കിലും അങ്ങേർക്ക് സ്നേഹമുള്ളൂ, അതുകൊണ്ട് നിന്നോട് ഇച്ചിരി വാത്സല്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിയണമെങ്കിൽ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ ഏതായാലും ആ തന്തയെ മോളെ ഒന്ന് പോയി കാണട്ടെ, അവരോടും കൂടി ഒന്ന് സംസാരിക്കട്ടെ. ശരിയാണ് ചേട്ടാ, നീ സംസാരിച്ച് തുടങ്ങിക്കോ, ആ സമയത്തേക്ക് ഞാൻ ഇടിച്ചു കയറി അങ്ങോട്ട് വന്നോളാം എന്നും പറയുകയാണ്. അങ്ങനെ ശരി. അപ്പോൾ നമ്മുടെ ഈ അഭിയാണെങ്കിൽ നേരെ ഇവരെ കാണാനായിട്ട് ചെല്ലുകയാണ്. ഈ അനാമികയും ഈ അനാമികയുടെ അച്ഛനെയും കാണാനായിട്ട് ചെല്ലുകയാണ്. ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ എന്തെങ്കിലും തന്നെ അഭിസാറേ, അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെ, നിങ്ങൾ ഡിവോഴ്സ് നടത്ത്, നിങ്ങൾ ഏതായാലും ഡിവോഴ്സിന് സമ്മതമാണെന്ന് പറയണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ആ മുത്തശ്ശനെ കാണാനായിട്ട് വാ, അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറ. അത് ശരി, ഞങ്ങൾ ഒരു പ്രാവശ്യം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നതാണല്ലോ, അങ്ങനെയാണല്ലോ എന്നെ അടിച്ച് തകർത്തത്, ഇനിയും അങ്ങേറെ അടി കൊള്ളാൻ വേണ്ടി ഞാൻ വന്നോന്നാണോ പറയുന്നത് അഭിസാറെ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ല, ഒരടി കിട്ടിയെന്നല്ലേ ഉള്ളൂ, പക്ഷെ കാര്യങ്ങൾ സാധിക്കണ്ടേ, അതിനു വേണ്ടി ഇതിനപ്പുറം പോയേ മതിയാവുള്ളൂ. ഡിവോഴ്സ് നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാനന്ന് പറഞ്ഞായിരുന്നു പൈസ കിട്ടുമ്പോൾ കമ്മീഷൻ എനിക്ക് വേണമെന്ന്. എനിക്കിനി അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് പൈസയുടെ ഒരാവശ്യമില്ല. എന്താ അബിക്ക് ലോട്ടറി വല്ലതും അടിച്ചോ? ചെറിയൊരു ലോട്ടറി അടിച്ചതായിട്ട് കണക്ക് കൂട്ടിക്കോന്നേ, എനിക്കതിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറയാം. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നിങ്ങളുടെ ആവശ്യം പൈസയാണെങ്കിൽ അവിടെ പോയി പൈസ ചോദിക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. കഴിഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വട്ടച്ചെലവിന് കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ, ഞാൻ ഭയങ്കര ടൈറ്റാണ്. അത് ശരി, അപ്പോൾ കുറച്ചു മുമ്പല്ലേ പറഞ്ഞു ലോട്ടറിയൊക്കെ അടിച്ചെന്ന്. അത് പിന്നെ ഞാനൊരു ബിസിനസ്സിലേക്ക് ഇങ്ങനെ വന്ന് കയറി തുടങ്ങുന്നതല്ലേ ഉള്ളൂ, അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ, ചില്ലറയിലെ മാനേജറാണ് ഞാൻ. അതാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. എന്താ, അതിനുള്ള കഴിവ് എനിക്കില്ലേ? കഴിവുണ്ടോ ഇല്ലയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷേ മൂർത്തീസ് കമ്പനിയിൽ നിന്ന് വരെ അടിച്ചു പുറത്താക്കിയതാണല്ലോ. അങ്ങനെ ഒരു വ്യക്തിയെ ചില്ലറയിൽ മാനേജറായിട്ട് എടുത്തിരിക്കുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞത്. വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഏതായാലും നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യാൻ നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് അഭി പോവുക. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ അവന്തിക മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. മുത്തശ്ശ, ഞാനൊരു കാര്യം പറയട്ടെ മുത്തശ്ശ, ഈ നമ്മുടെ വീട്ടിൽ ഒരു കരടായിട്ട് ഒരാളുണ്ട്, അത് അനാമികയാണ്. അനാമികയും അനിയേട്ടനും തമ്മിലുള്ള ആ ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും മോള് പറഞ്ഞ സത്യം തന്നെയാണ്, ആ ഡിവോഴ്സ് നടക്കണം. പക്ഷേ ആ ഡിവോഴ്സ് എങ്ങനെ നടക്കാനാണ്? അവർ ഓരോ പ്രശ്നത്തിനും ഓരോ ഇതായിട്ട് നടക്കുകയല്ലേ. കോടതിയിൽ ഡിവോഴ്സ് വേണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് ആ അനാമിക നടക്കുന്നത്. അവളെ സൂത്രശാലിയാണ്, അവളിവിടെ പിടിച്ച് തൂങ്ങി നടക്കാനാണ് ഭാവിച്ചിരിക്കുന്നത്. അപ്പോഴാണ് അഭി കയറി വരുന്നത്. അതെ, അതൊക്കെ നടക്കും. അത് നടക്കണമെങ്കിലേ മുത്തശ്ശനും മുത്തശ്ശിയും മനസ്സ് വെക്കണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താടാ നീ പറയുന്നത്? ഞങ്ങൾ മനസ്സ് വെക്കണമെന്നാ? അതെ, നിങ്ങൾ മനസ്സ് വെച്ചാലേ ഈ കാര്യങ്ങൾ നടക്കുള്ളൂ. അതെങ്ങനെയാടാ? അത് പിന്നെ അവർക്കേ ജീവിക്കാനുള്ള പൈസ കൊടുക്കണം, എന്നാൽ മാത്രമേ ഈ കാര്യത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഇത് കേട്ട മുത്തശ്ശന് കാലി വരികയാണ്. പൈസ കൊടുക്കാനാ? ഒറ്റ പൈസ കൊടുക്കില്ല രണ്ടെണ്ണത്തിനും. ഇവിടെ വന്ന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. അങ്ങനെ പൈസ കൊടുത്തിട്ട് ഒഴിഞ്ഞു പോകണ്ടവർ. അവർക്കൊക്കെ പൈസയിലാണ് കണ്ണ്. അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഒരു അക്ഷരം പറഞ്ഞിവിടെ മിണ്ടി പോകരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന്തിക പറയണം, ഞാൻ അപ്പോഴേ അഭിയേട്ടനോട് പറഞ്ഞതാ ഈ പൈസയുടെ കാര്യം, പൈസ കൊടുത്തിട്ട് ഒരു ഡിവോഴ്സ് വേണ്ട എന്ന് ഞാൻ അഭിയേട്ടനോട് പറഞ്ഞതാ. അപ്പോൾ അഭിയാണെങ്കിലും അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കയറിപ്പോടാ, ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അവന്തികയും അതേപോലെ തന്നെ അഭിയും കൂടി മാറി നിൽക്കുക. അപ്പോൾ മാറി കഴിഞ്ഞപ്പോഴേക്കും ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യട്ടെ, ഇപ്പം തന്നെ കണ്ടില്ലേ എന്തൊരു ദേഷ്യം മുത്തശ്ശന്. ഏതായാലും ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വന്ന് ചോദിക്കട്ടെന്ന്. കൊള്ളാം അഭിയേട്ടാ, അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുത്തശ്ശൻ ഈ ഒരു ലെവലിലാണ് നമ്മളോട് സംസാരിച്ചത്. ഇനി അവരും കൂടി വന്നു കഴിഞ്ഞാൽ അടിച്ചിറക്കും. അടി കിട്ടണമെങ്കിൽ കിട്ടട്ടേന്നേ, അവർക്കൊരടിയല്ലേ കിട്ടുള്ളൂ. നമുക്കെന്താ കുഴപ്പം? നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി അവർ അടി മേടിക്കേ
ചാവേ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ ഡിവോഴ്സ് നടന്നാൽ മാത്രമേ നിനക്കും അനിക്കും ഇനി ഒന്ന് ചേരാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയണം. അതാ അഭിയേട്ടാ ഇപ്പം വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് എന്നവിടെ പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവും അതേപോലെ തന്നെ നവീനും കൂടി ഫുഡൊക്കെ കഴിച്ച് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുക. ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നവീൻ ചോദിക്കണം എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡ്. അതെ ഞങ്ങളും വിളിച്ചാൽ വന്നം നവീനേട്ടൻ ബിസിയാണ് തിരക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കരുത്. അതെന്തൊരു വർത്തമാനമാണ് നന്ദു വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാതിരിക്കോ? പിന്നെ എൻ്റെ കോടതി ടൈമിൽ വിളിക്കരുതെന്ന് മാത്രം, അല്ലാത്ത സമയങ്ങളെല്ലാം ഞാൻ നന്ദുവിൻ്റെ ഒപ്പം വരും, ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ദേ നോക്ക് അനിയേട്ടനാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അനിയെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവീനെ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അനി പറയടാ. അതെ എന്തൊക്കെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നിങ്ങൾക്കല്ലേ വിശേഷം, ഡിന്നറൊക്കെ കഴിഞ്ഞോ? ഡിന്നർ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയുള്ളനെ. ദേ ഡിന്നർ അടിപൊളിയായിരുന്നു, ഞാൻ നവീനേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഞാൻ കൊടുക്കാന്നേ. അങ്ങനെ നവീൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. എടാ അനി എന്തുണ്ടാ? നീ എന്താ വരാതിരുന്നത്? അതിനെന്നെ അല്ലല്ലോ നീ വിളിച്ചത്, നന്ദുവിനല്ലേ വിളിച്ചത്. എടാ നന്ദു നിന്നെ വിളിച്ചതല്ലേ, അപ്പം പിന്നെ നിനക്ക് വരായിരുന്നില്ലേ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല, എനിക്ക് നല്ല തിരക്കാ. ഞാനിപ്പോൾ MD ആയിരിക്കെ എനിക്കിപ്പോൾ തിരക്കിൻ്റെ അങ്ങേപ്പുറം തിരക്കാണല്ലോ. അതുകൊണ്ടാണോ വരാതിരുന്നത്? എന്നാൽ ശരിയടാ, എന്നാൽ പിന്നെ എനിക്ക് ബിസിയാ, ഞാൻ ഫോൺ വെക്കാന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പെട്ടെന്ന് ഫോൺ കട്ടാക്കി കളയാണ്. അപ്പോൾ നന്ദു ചോദിക്കണം അയ്യോ അനി ഫോൺ കട്ടാക്കിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ കട്ടാക്കിയിട്ട് പോയി. അല്ല നന്ദു, ഞാൻ നന്ദുവിനോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ നവീനേട്ടാ? അല്ല ഈ നന്ദുവിന് അനിയോട് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു ഒന്ന് പതറി പോവാണ്. അല്ലെങ്കിൽ അനിക്ക് നന്ദുവിനോട് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ ഉണ്ടോ? അത് പിന്നെ അല്ല എനിക്ക് അനിയേട്ടനെ ഇഷ്ടമൊക്കെയാണ്. അതെന്ത് ഇഷ്ടമെന്ന് ഞാൻ ചോദിച്ചത്. എങ്ങനെയുള്ള ഇഷ്ടമെന്നാ? അയ്യോ നവീനേട്ടൻ വിചാരിക്കുന്ന പോലെ ഒരു ഇഷ്ടമുള്ള ഒന്നല്ല അത്. ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സുഹൃത്തുക്കൾ ആരും അങ്ങനെ ഇല്ല. പിന്നെ ചില അടുപ്പക്കാർ നവീനേട്ടനും അനിയും പോലുള്ള ചില ആൾക്കാർ മാത്രം, പിന്നെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അവർ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ആരും എനിക്ക് സുഹൃത്തുക്കളായിട്ടൊന്നുമില്ല. പിന്നെ അനിയും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എസ്കേപ്പ് ആവാനായിട്ട് ശ്രമിക്കുക. പക്ഷേ നവീൻ അവിടെ എന്തൊക്കെയോ സംശയങ്ങൾ നവീൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കുതിച്ചുയർന്ന് ഇങ്ങനെ വരികയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയും അതേപോലെ തന്നെ ഈ അനാമികയുടെ അച്ഛനെ അമ്മയൊക്കെയാണ്. അപ്പോൾ അനാമിക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ഫുഡാണ് ഇത്, പച്ചക്കറിയും ചപ്പാത്തിയോ? എനിക്കൊന്നും വേണ്ട എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ പിന്നെ നിനക്ക് ഞാൻ എന്ത് മേടിച്ചു തരാനാണ്? നിനക്ക് ഇറച്ചിയും മീനും മുട്ടയൊക്കെ വേണമെങ്കിൽ ആ കടയിലുണ്ട്, പോയി മേടിച്ച് കഴിച്ചോ. ഒരു വകയില്ലാതെ ഇവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് എന്തെങ്കിലും കഴിക്കാനല്ല നോക്കേണ്ടത്. ഇപ്പോൾ കുത്തുവാളെടുത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം. അപ്പോഴാണ് അച്ഛൻ വരുന്നത്. നിങ്ങളുടെ മോള് പറഞ്ഞേ കേട്ടില്ലേ, അവൾക്ക് ഈ ഭക്ഷണമൊന്നും പിടിക്കുന്നില്ല അത്രേ. മോള് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടല്ലോ, നമുക്ക് നാളെ അനന്തപുരിയിലേക്ക് പോകണം, പോയി കാര്യങ്ങളുടെ കിടപ്പുകളെല്ലാം നോക്കണം. എന്തായാലും നമ്മൾ ഇത്രയൊക്കെ ആയി, നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയേ മതിയാവുള്ളൂ. അത് മേടിച്ചെടുക്കണമല്ലോ, നമുക്ക് ജീവിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. പിന്നെ ഒരു 3 കോടി രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കടക്കാരെ എങ്ങനെ പിടിച്ച് നിർത്താം. അതിനുശേഷം നമുക്ക് ജീവിക്കാനുള്ള പൈസയാകും. അല്ല ചിലവിനൊക്കെ നമുക്ക് അത് മതിയായിരിക്കും. അപ്പോൾ അച്ഛനൊരു 10 കോടി മേടിച്ചു വിടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ പറയണം, കണ്ടോ ഇവളുടെ ഈ ആക്രാന്തം കാരണം ഒന്നും നടക്കാത്തത്, ഇതേപോലൊരു അവസ്ഥ ഉണ്ടായി പോകുന്നത്. നിന്റെ ആക്രാന്തം നിർത്ത്, എന്നാലേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. കോടതിയിൽ വെച്ച് 10 കോടിക്ക് വരെ 20 കോടി പറയാൻ പറഞ്ഞതാ. അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം അവസാനിച്ചു. വല്ലതും കിട്ടിയോ? അത് കിട്ടിയതുമില്ല. 1 കോടി രൂപ കിട്ടിയാൽ അത്രയും നല്ലതായിട്ടാണ് ഞാൻ കരുതുന്നത്. 50 ലക്ഷം രൂപ കടക്കാർക്ക് കൊടുത്തിട്ട് 50 ലക്ഷം രൂപ നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടാലോ, അങ്ങനെയെങ്കിലും നമുക്ക് ജീവിക്കാലോ. അതും നോക്കാതെ ചുമ്മാ ഇരുന്ന് കൊണകൊണാന്ന് പറഞ്ഞുകൊണ്ടിരുന്നോളൂ ഇവള്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമികയാണെങ്കിൽ എനിക്കത് ഫുഡ് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അനാമിക പിണങ്ങി പോണം. അയ്യോ വേണ്ടെങ്കിൽ വേണ്ടേ, ഇനി കുറച്ചും കഴിയുമ്പോഴത്തേക്കേ ഫുഡ് ഞങ്ങൾ തരാം, ഇന്ന് കഴിക്കുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് വരുമെന്ന് നീയൊന്നും പ്രതീക്ഷിക്കണ്ട. രേവതി നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് പിന്നെ അരിശം വന്നാൽ പിന്നെ ഞാൻ ഇങ്ങനെ പറയാനല്ലാതെ എങ്ങനെയാണ് പറയേണ്ടത്? ഇതിനപ്പുറം ഞാൻ പറയും. മനുഷ്യന് ദേഷ്യം വന്നിട്ട് രക്ഷയില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയും അതേപോലെ തന്നെ ദേവയാനിയൊക്കെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ജലജ വന്നിട്ട് പറയാണ്, എങ്ങനെയുണ്ട് നയന മോൾക്ക് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എന്തിനാ സുഖവിവരങ്ങളെല്ലാം അറിയണത് എന്തിനാണ്? എന്നിട്ട് നീ ഇവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുമോ? നീയൊക്കെ കൊണ്ടുപോകുന്നത് വല്ല വിഷമാണെന്ന് ആർക്കറിയാം? അവളെയൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി നടക്കുകയല്ലേ നീ? അതെന്തൊരു വർത്തമാനാണ് ഏട്ടത്തി ഈ പറയുന്നത്. ഞാൻ അങ്ങനെ നയനമോളോട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ നവ്യയും വരികയാണ്. അപ്പോൾ നവ്യ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക. എൻ്റെ മകനാണെങ്കിൽ ഇപ്പോൾ AN ജ്വല്ലറിയിലെ മാനേജറാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കണ്ടേ. അവന് നല്ല ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവൻ അവിടെ ചെന്നപ്പോൾ തന്നെ AN ജ്വല്ലറി 1ാം സ്ഥാനത്തെത്തിയത്. പക്ഷേ മൂർത്തീസ് കമ്പനിയോ ഇപ്പം 4ാം സ്ഥാനത്തല്ലേ നിൽക്കുന്നത്. അത് അനിയുടെ കഴിവുകേടായിട്ടല്ലേ കരുതേണ്ടത്. അവന് MD ആയിട്ട് ഒരു യോഗ്യതയില്ല. മൂർത്തീസ് കമ്പനിയിൽ നിന്ന് അവനെ ഒഴിവാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എൻ്റെ മോന് ഇപ്പം നല്ലൊരു പൊസിഷൻ കിട്ടിയിരിക്കുകയാണ്. അതിനുള്ള കാരണക്കാരി ആരാണെന്നറിയാവോ? എൻ്റെ മരുമകൾ തന്നെയാണ്. അവൾ കാരണമാണ് എൻ്റെ മോന് നല്ലൊരു ഭാവി കിട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൂഴ്ത്തി പറയാണ്. അങ്ങനെ നിൻ്റെ മോന് കിട്ടിയെങ്കിലേ നന്നായി പോയി. അതുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല എന്നും ദേവയാനി അവിടെ തർക്കിക്കുക. അപ്പോൾ നവ്യ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് നയനയ്ക്കിപ്പോൾ? നയനയ്ക്ക് കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സന്തോഷമാകോ എന്ന് നവ്യയുടെ മുഖത്തടിച്ച പോലെ ചോദിക്കുക ദേവയാനി. നിനക്കൊക്കെ അങ്ങനെ കാണണമെന്നാണല്ലോ കൂടുതൽ ആഗ്രഹം. എല്ലാവരും തകർന്ന് കാണണമെന്ന്. അതായത് കൂടുതൽ നയനയെ തകർക്കണമെന്നാണല്ലോ നിന്റെ മനസ്സിലുള്ള ആഗ്രഹം. അതുകൊണ്ട് അവൾക്ക് ആപത്ത് വരണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകും. ഇത് കേട്ട നവ്യക്ക് ചങ്ക് പിടയുന്നൊരു വേദന വരിക. ഇങ്ങനെ കണ്ണൊക്കെ നിറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.